ചാനൽ ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ ഫ്രാങ്ക്ലിനല്ല, ഞാൻ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അനിയനാണ് ഗൈസ്. എൻ്റെ പേര് ജോണിക്കുട്ടൻ എന്നാണ്. ഞാനും ഷിൻജാനും കൂടിയാണുള്ളത്. നമ്മളെല്ലാവരും ഒരാളുടെ മക്കളാണ് ഗൈസ്. ഞാനും ഷിൻജാനും പിന്നെ ഫ്രാങ്ക്ലിനും. വേറെ ഒരു ചേട്ടനുണ്ട്, പക്ഷേ ആ ചേട്ടൻ അത്ര നല്ല ആളല്ല ഗൈസ്. ഏതായാലും നമുക്കാണെങ്കിൽ ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. ഏതായാലും നമ്മൾ വണ്ടിയല്ല, ഹെലികോപ്റ്റർ ഗൈസ്. ഡ്രൈവർ മാമ ഇത്തിരി പതുക്കെ പാർക്ക് ചെയ്യും. അതൊന്നും ഓർത്ത് നീ പേടിക്കേണ്ടത്, ഇന്നെ എന്തായാലും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്കും ഗൈസ്. അപ്പോൾ ഡ്രൈവർ മാമൻ അങ്ങനെയൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഏതായാലും നമുക്കൊന്ന് നോക്കാം ഗൈസ്. ആദ്യമായിട്ടാണ് ഗൈസ് ഹെലികോപ്റ്ററിൽ കയറുന്നത്. നമ്മളെ കൂടെ ഷിൻജാനും കൂടി ഉണ്ട് ഗൈസ്. ഞാനും ഷിൻജാനും കൂടിയാണ് പോണത്. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഷിൻജാനെ വിളിക്കാം. എടാ ജോണിക്കുട്ട, നമ്മളിനി എങ്ങോട്ടാണ് പോണേ? നമുക്ക് ഏതായാലും നമ്മളെ ഫ്രാങ്ക്ലി അണ്ണൻ്റെ വീട്ടിലോട്ട് പോകും. പക്ഷേ നമ്മളതിലാണെങ്കിൽ വണ്ടിയൊന്നും ഇല്ലല്ലോടാ ഷിൻജാനെ. അവിടെ ഒരു ഡിഫെൻഡർ കിടപ്പുണ്ട്. ആ ഡിഫെൻഡർ നമുക്ക് ഓടിക്കാൻ പറ്റൂല. നമുക്ക് ഏതായാലും ഒരു സൈക്കിള് ഇവിടെ എവിടെയെങ്കിലും കാണും ഗൈസ്. നമുക്ക് ഏതായാലും ഒരു വണ്ടി അങ്ങ് എടുക്കാം. ഏതായാലും അവിടം വരെ പോണതിന് നടന്നു പോണ ദൂരേ ഉള്ളൂടാ. ഫ്രാങ്ക്ലി അണ്ണൻ്റെ വീട്ടിൽ എന്തായാലും ഒരു സൈക്കിളാണ്. ആടാ, നീ പറഞ്ഞ കറക്റ്റാ. ഫ്രാങ്ക്ലി അണ്ണൻ്റെ വീട്ടിൽ എന്തായാലും ഒരു സൈക്കിൾ കാണുമായിരിക്കും. നീ ഏതായാലും വാടാ ഷിൻജാനെ, ഓടി വാടാ. എടാ, ഞാൻ തടിയും വെച്ചാൽ ഞാൻ എങ്ങനെയാടാ ഓടുന്നേ ഗൈസ്? അപ്പോൾ ഏതായാലും നമ്മൾ ഷിൻജാനാണെങ്കിൽ വരുന്നുണ്ട്, നമ്മളെ പിറകെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് സ്കൂളിലൊക്കെ അഡ്മിഷനൊക്കെ ചേരണം. സ്കൂളിൽ പോകണോ? നമുക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ട, ഇന്ന് മൺഡേ ആണ്. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് ഇപ്പോഴേ അഡ്മിഷനൊന്നും കിട്ടൂല. എടാ ജോണിക്കുട്ട, ഏതാടാ അണ്ണൻ്റെ വീട്? അതാടാ അണ്ണൻ്റെ വീട്. വെള്ള വീടില്ലേ, ഒരു വെള്ള വീട്. ഞാൻ കണ്ടു. അതാണോ? അതാ ഗൈസ്, അതാ. നീ ഏതായാലും വാടാ. ഇവൻ ഓടി വരുമ്പോഴത്തേക്ക് ഒരു ദിവസം എടുക്കുക. ഷിൻജാനെ, നീ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. എടാ, ഞാൻ നിൻ്റെ അടുത്ത് എത്ര വട്ടം പറയണം, ഈ തടിയും കൊണ്ട് ഞാൻ എങ്ങനെ ഓടാനാടാ? ഗൈസ്, ഇവിടെ എന്താണ് വണ്ടിയൊക്കെ വളയ്ക്കുന്ന ഗൈസ്. നമ്മളാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആയിരുന്നു, പക്ഷേ നമ്മൾ ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തായിരുന്നു ഗൈസ്. നമ്മൾ ഡൽഹിയിലാണ്. ഇതിപ്പോൾ കേരളയിലാണ് ഗൈസ് നമ്മളുള്ളത്. ഡൽഹിയിൽ നിന്ന് കേരളയിലോട്ടാണ് ഗൈസ് വന്നത്. നമുക്ക് വേണമെങ്കിൽ ട്രെയിനിൽ പോയെന്ന് ഗൈസ്. ട്രെയിനിൽ പോയില്ല. നമ്മൾ അച്ഛനും അമ്മയും കൂടിയാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ അങ്ങ് അയച്ചു വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എടാ ഫ്രാങ്ക്ലി അണ്ണൻ്റെ വീട് ഭയങ്കര വലുതാണല്ലോടാ ജോണിക്കുട്ട. ആടാ, ഇത് ഭയങ്കര വലുതാണ്, അത്യാവശ്യം വലുതാണ് ഗൈസ്. ഏതായാലും ഫ്രാങ്ക്ലി അണ്ണൻ്റെ വീട്ടിൽ ഒരു സൈക്കിൾ കാണും. സൈക്കിൾ ഇല്ലെങ്കിൽ നമുക്കൊരു ബൈക്ക് അങ്ങ് എടുക്കാം ഗൈസ്. നമുക്കിപ്പോൾ എന്താ ഗൈസ് ബൈക്ക് ഓടിക്കുന്നതിൽ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രാങ്ക്ലി അണ്ണൻ്റെ വീട്. അപ്പോൾ നിങ്ങൾ കണ്ടോ ഗൈസ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രാങ്ക്ലി അണ്ണൻ്റെ വീട് അറിയിക്കും. എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്ന അച്ഛന്മാർക്കറിയാം ഗൈസ്. ഷിൻജാൻ എവിടെ? എടാ ഷിൻജാനെ, നീന്തുവാടെ ഇത്രയും വൈകുന്ന ഗൈസ്? നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ശല്യം ചെറുക്കനാണ് ഗൈസ് ഷിൻജാനാണ് കേട്ടോ ഗൈസ് ഏറ്റവും ഇളയത്. നീ എവിടെ പോയി കിടക്കുകയായിരുന്നടാ? ഇതാണോ ഫ്രാങ്ക്ലി അണ്ണൻ്റെ വീട്? ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ ഗൈസ്. ഞാനാണെങ്കിൽ കുളിച്ചില്ലായിരുന്നു. ഫുള്ള് സെറ്റാണല്ലോ. സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടാവും. നീ ഇറങ്ങിയോ? ഞാനും കുളിച്ചില്ല. ഞാൻ കുളിച്ചിട്ട് കുറേ ദിവസമായി, അതുകൊണ്ട് ഞാനും കൂടി കുളിക്കാമെന്ന് തീരുമാനിച്ചു. ഗൈസ്, അപ്പോൾ നമുക്ക് ഏതായാലും ഇത്ര മതിയാവും ഗൈസ് നമ്മളെ കുളി. ഏതായാലും നമുക്കിനി ഇതിൻ്റെ മേളിൽ കയറാം. എന്തോ ഒരു ശബ്ദം കേട്ടോ ഗൈസ്. നമുക്ക് ഇത്തിക്കൂടി നേരം കുളിക്കാം. ഷിൻജാൻ മുങ്ങി കളിക്കായിരിക്കും ഗൈസ് അവിടെ. ഏതായാലും നമുക്ക് ഇത്തിരി കുളിക്കാം ഗൈസ്. അങ്ങനെ ഞാനും ഷിൻജാനും ഒക്കെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു സൈക്കിളോ ബൈക്കോ വേണം ഗൈസ്. ഏതായാലും ഇവിടെ ബൈക്ക് നമുക്ക് ഓടിക്കാം. ഈ വീട്ടിൻ്റെ ബാക്കിൽ എന്തായാലും ഒരു ബൈക്ക് കാണും ഗൈസ്. ഫ്രാങ്ക്ലി അണ്ണൻ പിന്നെ ബാക്കിലാണ് ഗൈസ് ബൈക്കൊക്കെ വെക്കുന്നത്. നമുക്ക് ഏതായാലും നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ഒരു ബൈക്ക് കണ്ടിട്ടുണ്ട്.
ഈസ് നമുക്കാണെങ്കിൽ ഇത് നേരെ പോവാൻ എത്തുന്ന പോലും ഇല്ല. ഷിൻചാനെ കയറടാ. ഏതായാലും ഷിൻചാനെയും കൊണ്ട് ഈ സിറ്റി ഫുള്ള് ഒന്ന് നോക്കാം ഗൈസ്. ഫ്രാങ്ക്ലിനെ അറിഞ്ഞിട്ട് പോലും ഇല്ല നമ്മളിവിടെ വന്നത്. ഗൈസ് ഏതായാലും നമുക്കൊന്ന് വിളിച്ച് പറയാം. വിളിച്ച് പറയാൻ സമയമുണ്ട് ഗൈസ്. എടാ നീ പതുക്കെ പോടാ. നിനക്ക് ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് ഒന്നും കിട്ടിയിട്ട് പോലും ഇല്ല. ഗൈസ് ഏതായാലും നമുക്ക് പതുക്കെ പോവാം. എടാ നമുക്ക് എവിടെയെങ്കിലും കയറി ഒന്ന് കഴിച്ചാലോ? ഗൈസ് നമുക്ക് കഴിക്കാം ഗൈസ്. നമ്മളതിലാണെങ്കിൽ അച്ഛനും അമ്മയും ഒരു 15,000 രൂപ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് ഗൈസ് ഇത്. റോഹൻ എന്നാണ് ആളുടെ പേര് ഗൈസ്. നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോവാം. എൻ്റെ ഷിൻചാനെ ഇറങ്ങടാ. നമുക്ക് ഏതായാലും റോഹൻ്റെ വീട്ടിലോട്ടും കാര്യങ്ങളൊക്കെ പോവാം. എടാ ഞാനിവിടെ നിന്നോളാം, നീ പോയിട്ട് വാ. ഗൈസ് അങ്ങനെ ഷിൻചാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. ഗൈസ് ഏതായാലും നമുക്ക് റോഹൻ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോവാം. ഓഫ് ഗൈസ് ഈ അങ്കിൾ ഇവിടെ എവിടെയെങ്കിലും കാണും. ആരടാ നീ ഈ കൊച്ചു ചേർക്കാൻ? ഗൈസ് നിന്നെ കാണുമ്പോൾ ഫ്രാങ്ക്ലിനെ കാണാതിരിക്കുന്നല്ലോ. മാമ ഞാൻ ഫ്രാങ്ക്ലിൻ്റെ അനിയനാണ്. ഫ്രാങ്ക്ലിൻ്റെ അനിയനാണ് ഗൈസ്. നീ ഫ്രാങ്ക്ലിൻ്റെ അനിയനായിരുന്നു. അവന് വേറൊരു ചെക്കനും കൂടി ഉണ്ടായിരുന്നല്ലോ അനിയനായിട്ട്. അത് ഷിൻചാൻ. അവൻ വെളിയിൽ നിൽപ്പുണ്ട്, ഇതുകൊണ്ട് നിൽക്കുന്നു. അതാണ് ഷിൻചാൻ. നിങ്ങൾ എന്തിനാണ്? നമ്മൾ ചുമ്മാ മാമനെ കാണാൻ വേണ്ടി വന്നത്. അണ്ണൻ മാമനെക്കുറിച്ചൊക്കെ പറയും. അണ്ണൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാമനെന്നാണ് പറയുന്നത്. ആടാ മക്കൾ, നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും വേണോ? ഒന്നും വേണ്ട. നമ്മളപ്പോൾ ഇത് പറയാനാണ് വന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ സിറ്റിയിൽ വന്നിട്ടുണ്ട്. ഈ സിറ്റിയിൽ ഇനി കുറച്ച് ദിവസം നമ്മളിവിടെ കാണും. ഓക്കെ, അപ്പോൾ റോഹൻ അങ്കിളെ ബൈ ഗൈസ്. ഏതായാലും നമ്മൾ റോഹൻ അങ്കിളിനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വന്ന കാര്യം. ഇതുവരെയും ഫ്രാങ്ക്ലിനെ അറിയത്തില്ല ഗൈസ്. ഫ്രാങ്ക്ലിനെ നമുക്ക് ഫ്രാങ്ക്ലിൻ എന്നൊക്കെ വിളിക്കാം. മക്കൾ സൂക്ഷിച്ചൊക്കെ പോകണം. നിങ്ങൾക്കാണെങ്കിൽ ബൈക്ക് ഓടിക്കാനൊന്നും അറിയത്ത് പോലും ഇല്ല. റോഹൻ അങ്കിൾ കയറണ്ട. എനിക്ക് ഷിൻചാനെയാണ് വേണ്ടത്. എടാ ഷിൻചാനെ നീ ഇവിടെ നിൽക്കാതെ വാടാ. ഗൈസ് ഏതായാലും നമുക്ക് ഷിൻചാനെ പോയി വിളിക്കാം. എടാ ഫ്രാങ്ക്ലിനെ അല്ലടാ, എടാ ജോണിക്കുട്ട, നമുക്ക് എവിടെയെങ്കിലും പോയി കഴിച്ചാലും. നമുക്കിവിടെ എവിടെയെങ്കിലും ഹോട്ടൽ കാണും. നമുക്ക് ഏതായാലും ഹോട്ടലിൽ പോയി കഴിക്കാടാ ഷിൻചാനെ. ഗൈസ് അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം. ഗൈസ് എന്നെ കാണാൻ പോലും വയ്യ. ഷിൻചാൻ ഓടിക്കുന്നേ പറയൂ ഗൈസ്. ഗൈസ് ഇവിടെ ദാണ്ടയുടെ ഫ്രാങ്ക്ലിനെ ഓരോ ഹോട്ടൽ. അത് ഹോട്ടലൊന്നും അല്ല, എനിക്കിവിടുത്തെ ഹോട്ടലൊക്കെ അറിയാം. അതാ ബില്യണയറിൻ്റെ വീടാ. ആടാ അത് ബില്യണയറിൻ്റെ വീടാ. ഗൈസ് ഇവിടെയാണ് ആ ഹോട്ടൽ. നമുക്ക് ഏതായാലും ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഓഫ് ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിവിടെ ഒരു ബീച്ച് ഉണ്ടെന്ന് അണ്ണൻ പണ്ട് പറയുന്നില്ല. നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോയല്ലോടാ. അങ്ങോട്ടേക്ക് പോകാം. നീ ഏതായാലും വന്ന് ബൈക്കിൽ കയറടാ ഷിൻചാനെ. ഗൈസ് ഏതായാലും ഇവൻ ബൈക്കിൽ കയറടാ. ഗൈസ് അപ്പോൾ ഇനി നമ്മൾ പോവാൻ പോണതെന്ന് വെച്ചാൽ ബീച്ചിലോട്ടാണ് ഗൈസ്. ഇനി ബീച്ചിലും കൂടി പോയിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ് നിങ്ങൾക്ക് ജോണിക്കുട്ടൻ ഇഷ്ടപ്പെട്ടാൽ, ജോണിക്കുട്ടനെയും ഷിൻചാനെയും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം. നമുക്ക് ഈ റാമ്പ് കയറ്റണം. വേണ്ട ഗൈസ്, നമുക്ക് ഏതായാലും നേരെ ബീച്ചിലോട്ട് വിടാം. ഇവിടെ അടുത്ത് എനിക്ക് ഈ ബീച്ചിൻ്റെ വഴിയൊന്നും അറിയത്തില്ല. എടാ ഷിൻചാനെ നിനക്കറിയാവും? എനിക്കറിയത്തില്ല. നിനക്കറിഞ്ഞുകൂടെങ്കിൽ എനിക്കിങ്ങനെ അറിയുന്നു. ഗൈസ് ഇതോ അവിടെ എന്തോ ഞാൻ കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് പറപ്പിച്ചങ്ങ് വിടാം. നീ ബൈക്കിൽ അഭ്യാസമൊന്നും കാണിക്കില്ലേ? സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത നീ അതിന് ബൈക്കിൽ അഭ്യാസം കാണിക്കാൻ പോണം. മിണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളിതാ ബീച്ചിലെത്താറായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ബീച്ച് വരുന്നത്. എടാ ഷിൻചാനെ, എടാ ജോണിക്കുട്ട, ഏതായാലും നമുക്കിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. ആടാ വാടാ ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടെ ഇരുന്ന് കളിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഓടിപ്പിടുത്തം കളിച്ചാലോ ഇവിടെ ഷിൻചാനെ? കളിക്കാടാ
ഗൈസ് ഷിൻചാനാണെങ്കിൽ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഓടാം. എടാ നിൽക്കടാ ഇവിടെ, നിന്നനായിരുന്നു പിടിക്കും. അയ്യോ ഗൈസ് ഷിൻചാനാണെങ്കിൽ ഇതോ ഗൈസ് ഏതായാലും നമുക്ക് ഓടി തള്ളാം. ഗൈസ് ഷിൻചാൻ നമ്മൾ പിറകെ വരുന്നുണ്ട്. അയ്യോ എനിക്ക് കയറാൻ പറ്റുന്നില്ല. എടാ നിൽക്കടാ അവിടെ, നീ എങ്ങോട്ടാടാ അവിടെ, നീ എത്ര ഓടിയാലും ഞാൻ നിന്നെ പിടിക്കും. ഗൈസ് നമുക്ക് ഏതായാലും ഓടിത്തള്ളാം. ഗൈസ് അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബായ്.